അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിൽ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചിട്ട് ഒരു കുടുംബത്തിലെ 3 പേര് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പയും ഉമ്മയും മകളും. ഇന്ന് കാലത്ത് 12 മണിക്കാണെന്ന് തോന്നുന്നു മകളെ സ്കൂളിലെ +1 അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും. പക്ഷേ എതിര് വന്ന ഒരു KSRTC ബസ് ഓട്ടോയെ ഇടിക്കുകയും തൽക്ഷണം അവിടെ വെച്ചുകൊണ്ട് ഉമ്മയും ഉപ്പയും ആ +1 അഡ്മിഷൻ എടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ച മകളും ഈ ലോകത്തിനോട് യാത്രയായിരിക്കുകയാണ്. ആ അപകടത്തിന്റെ അവസ്ഥ കണ്ടാൽ വളരെയധികം വേദന തോന്നുന്ന ഒരു രംഗമാണ്. കാരണം KSRTC ബസ്സിന്റെ മുന്നിലേക്ക് ഈ ഓട്ടോ അങ്ങ് കയറി വന്നിരിക്കുകയാണ്. ബസ്സുകാരെ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു വീഡിയോ കാണുമ്പോൾ ബസ് പോകുന്ന സൈഡിലേക്ക് പൊടുന്നനെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നും ഓട്ടോ അങ്ങോട്ട് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓട്ടോ അങ്ങനെ വന്നത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടാണോ സംഭവിച്ചത് എന്ന് ഒന്നും അറിവായിട്ടില്ല. പക്ഷേ നാടിനെ നടുക്കുന്ന വലിയ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ഫിദ +1 ജയിച്ചതിന് ശേഷം തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി താൻ പഠിച്ചുയരാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്താണ് അവരെ മരണം പിടികൂടിയത്. നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുവേ, ആ കുടുംബത്തിന് ഇനി ആരൊക്കെയുണ്ട് ആ കുടുംബത്തിൽ എന്നറിയില്ല. അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ക്ഷമ നീ കൊടുക്കണേ റഹ്മാനായ റബ്ബേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്ന ആ ഉപ്പയും ഉമ്മയും മകൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി നല്ലൊരു കുടുംബമായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിനെ, നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടവരെ, അയൽവാസികളെ, നാട്ടുകാരെ, നമ്മൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫിദയുടെ ഉപ്പ അഷ്റഫും ഉമ്മ ഫാത്തിമയും ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമെന്ന്. അതുപോലെ തന്നെ ഫിദ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ പോയിരിക്കുന്നത്. പക്ഷെ ആ സ്വപ്നങ്ങൾക്കെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇനി ഒരു കൂട്ടുകാരികളിലേക്കും ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇനി ഫിദക്ക് തൻ്റെ കൂട്ടുകാരികളുമായിട്ട് കൂടെ പഠിക്കുവാനോ കാര്യങ്ങൾ സംസാരിക്കുവാനോ ഒന്നും പങ്കുവെക്കാനോ കഴിയാത്ത ആ രീതിയിൽ ഒരു നിമിഷം അവർക്ക് ആ അപകടം നടന്ന സമയത്ത് സ്പോട്ടിൽ അവർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എത്രമാത്രം സങ്കടമുള്ളൊരു കാര്യമാണ് നമുക്ക് മുന്നിലൊക്കെ നടക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, പടച്ച റബ്ബേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണേ, ഞങ്ങൾക്ക് കാവൽ നൽകണേ, ഞങ്ങൾക്ക് കാവൽ നൽകണേ. എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് കാവൽ നൽകണമേ എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക, കാവൽ നൽകണേ റഹ്മാനെ. ബാക്കിയൊക്കെ റബ്ബിന്റെ വിധിയാണ്. ഇങ്ങനെ ഒരു വാർത്ത വരുന്ന സമയത്ത് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു കുടുംബങ്ങൾക്കെല്ലാം അർഹതപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഈ വോയിസ് കേൾക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് സ്വർഗ്ഗപൂന്തപ്പിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങളിൽ ബാക്കി ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെയുള്ളൊരു മരണമാണ്. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഒരു കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും മകളും ഈ ലോകത്തിനോട് യാത്രയായിട്ടുള്ളത്. ഇനി ബാക്കി ആരൊക്കെ ആ കുടുംബത്തിലുണ്ടെന്നോ അവരെന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയാൻ നമുക്ക് കഴിയുന്നില്ല. ആ രീതിയിൽ പൊടുന്നനെയുള്ള മരണങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഈ അപകടത്തിൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പുൽപ്പറ്റയിലുള്ള അഷ്റഫും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ, അവരുടെ മകള് ഫിദ, അവർക്കൊക്കെ അള്ളാഹു മാഫിറത്ത് നൽകുമാറാകട്ടെ, സ്വർഗ്ഗപൂന്തപ്പിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെയൊക്കെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുവെങ്കിൽ നമുക്ക് പങ്കുവെക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.